കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. കഥകളിലോ പുരാണങ്ങളിലോ മാത്രം കേട്ടറിവുള്ള ഒരു ജീവിയുടെ കഥയായാലോ? കഥയുടെ പേര് ഗോഡ്സില. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഇരട്ടിയിലധികം പൊക്കമുള്ള ഒരു ഭീകരജീവി കടലിനടിയിൽ നിന്ന് കയറി വരുന്നത് സങ്കല്പിച്ചു നോക്കൂ. അതാണ് ഗോഡ്സില. ആദ്യകാല കഥകളിലൊക്കെ ഇതിൻ്റെ പകുതി പൊക്കമേ ഈ ഭയങ്കരന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കരയിലും കടലിലും ജീവിക്കാനാവുന്ന ഗോഡ്സിലയെ കണ്ടാൽ പണ്ടത്തെ ഏതോ വമ്പൻ ദിനോസറിൻ്റെ ബന്ധുവാണെന്നേ തോന്നും. ചരിത്രാതീത കാലം തൊട്ട് കടലിനടിയിൽ റെസ്റ്റ് എടുത്തിരുന്ന ഈ ഭീകരനെ അണുബോംബ് പ്രയോഗങ്ങളാണത്രേ ഉണർത്തിയത്. കൈജു എന്ന ജപ്പാനീസ് വാക്ക് പുരാണങ്ങളിലും കഥകളിലെയും ഭീകരജീവികളെയാണ് സൂചിപ്പിക്കുന്നത്. ഗോഡ്സില ഈ പേരിലും അറിയപ്പെടുന്നു. ഗോജിറ എന്ന പേരാണ് പിന്നീട് ഗോഡ്സില എന്നാക്കി മാറ്റിയത്. ഗറില എന്നും തിമിംഗലം എന്നും അർത്ഥമുള്ള ജപ്പാനീസ് വാക്കുകൾ ചേർന്നുണ്ടാക്കിയ പേരായിരുന്നു അത്രേ ഗോജിറ. കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന വിശേഷിക്കപ്പെടുന്ന ഗോഡ്സില ആദ്യം ഭീകര വില്ലനായാണ് വന്നതെങ്കിലും പിന്നീടുള്ള കഥകളിൽ വില്ലത്തരം കുറയുകയും ചിലപ്പോഴൊക്കെ ഭൂമിയുടെ രക്ഷകനാകുകയും ചെയ്തിട്ടുണ്ട്. 1954 ഇറങ്ങിയ ഗോഡ്സില എന്ന ജപ്പാനീസ് സിനിമയിലൂടെയാണ് ഈ ഇല്ലാജീവിയുടെ വരവ്. പിന്നീട് 30-ൽ സിനിമകളും ധാരാളം നോവലുകളും ചിത്രകഥകളും വീഡിയോ ഗെയിമുകളുമൊക്കെ ഗോഡ്സിലയുടെ കഥകൾ പറഞ്ഞു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.